കിച്ചു, ഇനിയെങ്കിലും ഈ അമ്മേനെ വെറുതെ വിട്. നീ എന്നെ നോക്കണ്ട, നീ എനിക്ക് ഗുണം ചെയ്യണ്ട, നീ എന്നെ അമ്മയെന്ന് വിളിക്കണ്ട. ദയവ് ചെയ്ത് ഒന്നും എന്നെ നീ വിളിക്കണ്ട. എനിക്ക് എന്നെ ദ്രോഹിക്കാതിരുന്നുകൂടെ നിനക്ക് ഇനിയെങ്കിലും? ഞാൻ ക്യാൻസർ വന്നിനി ഞാൻ മരിച്ചാ പോലും എനിക്ക് നീ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ദയവ് ചെയ്ത്, ഞാൻ ക്യാൻസർ രോഗിയാണ്. ഇനിയെങ്കിലും കിച്ചു, ഇനിയെങ്കിലും ഈ അമ്മേനെ വെറുതെ വിട്. നീ എന്നെ നോക്കണ്ട, നീ എനിക്ക് ഗുണം ചെയ്യണ്ട. എന്റെ പൊന്നു രേണു, സത്യത്തിൽ ആരെ വെറുതെ വിടണം എന്നുള്ള കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സത്യത്തിൽ ആരെയാണ് ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്? രേണു സുധീനെ കിച്ചു ദ്രോഹിച്ചു എന്നാണ് ഇപ്പൊ രേണു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നു കിച്ചു, എന്നെ വെറുതെ വിട്, ഞാനൊരു അസുഖക്കാരിയാണ്, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ അമ്മാന്ന് വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ദ്രോഹിക്കാതിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല രേണു, ഈ ഒരു വിഷയത്തിൽ നമ്മൾ പറയാതിരുന്നു കഴിഞ്ഞാൽ അത് മോശമായി പോവും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. സത്യത്തിൽ ഈ വിഷയത്തിലേക്ക് കിച്ചുവിനെ വലിച്ചഴച്ചത് ആരാണ്? നീ തന്നെയല്ലേ? രേണുസുതി എന്ന് പറയുന്ന നീ തന്നെയല്ലേ കിച്ചുവിനെതിരെ ആദ്യമായി വീഡിയോ ചെയ്തത്? നിനക്ക് അസുഖമാണ്, വയ്യായികയാണെന്ന് പറഞ്ഞ സമയത്ത് ശത്രുക്കൾ പോലും നിന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നവരാണ് എല്ലാവരും. ഒട്ടുമിക്ക ജനങ്ങളും അതിൽ വളരെ ചുരുക്കം പേര് മാത്രമായിരിക്കും ചെയ്തു പോയ കാര്യങ്ങൾക്കുള്ള ശിക്ഷയായിട്ടായിരിക്കാം നിനക്ക് ഈ അസുഖം കിട്ടിയതെന്ന് പറഞ്ഞത് വളരെ ചുരുക്കം കുറച്ച് പേരായിരിക്കും കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ബാക്കി എല്ലാവരും നീ അസുഖത്തിൽ നിന്ന് മുക്തി നേടി തിരിച്ചു വരണം എന്ന് ആഗ്രഹിച്ചവരാണ്. അല്ലെങ്കിൽ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ, അസുഖം മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചവരും കൂടെ നിന്നവരും സപ്പോർട്ട് ചെയ്തവരും എല്ലാവരും ഉണ്ടായിരുന്നു. ആ സമയത്താണ് നീ കിച്ചുവിനെതിരെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരു വീഡിയോ ചെയ്തത്. ഞാൻ 11 വയസ്സുള്ളപ്പോൾ മുതൽ വളർത്തിയ മോൻ ഇതുവരെ എന്നെ കാണാൻ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് ഇട്ടുകൊടുത്തത്, കിച്ചുവിനെ ഇട്ടുകൊടുത്തത് നീ ഒരാളാണ്. കിച്ചു ഇതിനെതിരെ പ്രതികരിക്കാനോ ഒന്നിലേക്കും ഇടപെടാനോ ഒന്നിനുമില്ലാതെ മാറി നിന്നിരുന്ന ആ പയ്യനെ സോഷ്യൽ മീഡിയയ്ക്ക് വലിച്ചു കീറാനായിട്ട് ഇട്ടുകൊടുത്തത് ആര്? നീ തന്നെയല്ലേ? ഈ വിഷയത്തിലേക്ക് അവനെ കൊണ്ടുവന്നത്, ദ്രോഹിച്ചത് നീ തന്നെയല്ലേ? എന്നിട്ട് ഇപ്പൊ കിച്ചുവിനെതിരെ പറഞ്ഞിരിക്കുകയാണ്, കിച്ചു നീ എന്നെ ദ്രോഹിച്ചിരിക്കുമെന്ന്. ആ പയ്യനെതിരെ നീ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതിനു ശേഷം ഒരുപാട് പേര് കിച്ചു ഒന്ന് പോയി അമ്മേനെ കാണ്, അല്ലെങ്കിൽ അമ്മയ്ക്ക് അത് വിഷമാവില്ലേ, അമ്മയുടെ സിറ്റുവേഷൻ നീ ഒന്ന് മനസ്സിലാക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കാര്യങ്ങൾ മുഴുവൻ ഈ ഒരു സിറ്റുവേഷനിൽ എത്തിച്ചത് നീയാണ്. ഒരുപാട് പേര് കിച്ചുവിനെതിരെ വീഡിയോ ചെയ്തു. അമ്മയിൽ ഇത്രയും നാൾ വളർത്തിയ നിന്നെ 11 വയസ്സ് മുതൽ എത്ര വയസ്സ് മുതലാണെങ്കിലും വളർത്തിയ ഒരു പോറ്റമ്മയല്ലേ, ഒന്ന് പോയി കാണുക, അല്ലെങ്കിൽ മോശമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് നെഗറ്റീവായിട്ട് കിച്ചുവിനെതിരെ പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഒരുപാട് പേര് പറഞ്ഞപ്പോഴാണ് കിച്ചു പറഞ്ഞത്, എന്തായാലും ഇനി ആർക്കൊരു വിഷമം വേണ്ട, ഞാൻ കാണാൻ പോകുന്നുണ്ട് എന്നൊരു കാര്യം കിച്ചു അവിടെ പറഞ്ഞത്. ആ പറഞ്ഞതും അവിടെ വലിയൊരു വിഷയമായി. ഒരുപാട് പേര് കിച്ചുവിനെതിരെ വീണ്ടും വീഡിയോ ചെയ്യുന്നൊരു സിറ്റുവേഷൻ വന്നു. ഇതിനൊക്കെ കിച്ചുവിനെ സോഷ്യൽ മീഡിയയ്ക്കും അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കും ഇടയിലേക്ക് കിച്ചുവിനെ വലിച്ചെറിഞ്ഞു കൊടുത്തത് രേണു നീ തന്നെയല്ലേ? നിന്റെ മകൻ എന്ന് നീ വിളിക്കുന്ന, നീ വളർത്തി വലുതാക്കി എന്ന് പറയുന്ന നിന്റെ ആ മകനെ ഇട്ടുകൊടുത്തത് നീ തന്നെയല്ലേ? എന്നിട്ടാണ് പിന്നെ ഇപ്പോൾ വന്ന് ഇവിടെ കിച്ചുവിനെ ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നത്. കിച്ചു ചെയ്ത വീഡിയോയിൽ നിന്നെക്കുറിച്ച് എന്തെങ്കിലും കാര്യമായിട്ട് മോശം പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും അനാവശ്യം പറഞ്ഞിട്ടുണ്ടോ? നീ ചെയ്ത കാര്യം തന്നെ കിച്ചു അതിൽ പറഞ്ഞിട്ടുള്ളൂ. കിച്ചു അവിടെ നിനക്കുമായിട്ട് സംഭാഷണം നടത്തിയ അല്ലെങ്കിൽ ആ ചാറ്റ് അവിടെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. മോശമായിട്ട് അതിലെന്തെങ്കിലും കിച്ചു പറഞ്ഞിട്ടുണ്ടോ? നീ ചെയ്ത സബ്സ്ക്രിപ്ഷൻ വീഡിയോയിൽ ആ വൃത്തികെട്ട ആക്ഷൻസും ആ കാര്യം എടുത്ത് ചോദിച്ചു. ഇതൊക്കെ എന്തിനെ ഇങ്ങനെ ചെയ്യണോ? ഇത്രയും നാളും ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഇപ്പൊ ചോദിക്കുകയാണ്, ഇതിന്റെ ആവശ്യകതയുണ്ടോ? സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് നല്ലൊരു ഇമേജ് ഉണ്ട്, അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിച്ചുകൂടെ? നിങ്ങൾക്കിപ്പോൾ ഒരു ഫെയിം ഇല്ലേ, അത് വെച്ച് ജീവിച്ചുകൂടെ? അല്ലാതെ ഇങ്ങനെയുള്ള വൃത്തികെട്ട വീഡിയോസ് ഒന്നും ഒഴിവാക്കിക്കൂടെ? എന്തിന്? ആ മകനെ ആലോചിച്ചെങ്കിലും. അപ്പോഴും കിച്ചുവിനെ ആലോചിച്ചെന്നല്ല അവിടെ പറഞ്ഞത്, നിന്റെ മകനെ, അതായത് രേണുസുതി എന്ന് പറയുന്ന രേണുസുതി പെറ്റി വളർത്തിയ ഒരു മോനുണ്ടല്ലോ, ആ മോന് വേണ്ടിയിട്ടെങ്കിലും നീയെ ഒന്ന് ഈ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാതിരുന്നൂടെ? ആ കുട്ടിയുടെ ഫ്രണ്ട്സ്, കാര്യങ്ങൾ, സ്കൂളിൽ പഠിക്കുന്നവരെ ഒക്കെ കാണുന്ന സമയത്ത് അത് ആ കുട്ടിക്ക് മോശമല്ല, വളർന്നു വരുന്ന സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യാതിരുന്നൂടെ എന്നല്ലേ കിച്ചു ആ ഒരു പോസ്റ്റ് അല്ല ഒരു മെസ്സേജ് അതിലൂടെ ചോദിച്ചത്. അതിന് നീ കൊടുത്ത മറുപടി എന്ന് പറയുന്നത്, എനിക്ക് 2.5 ലക്ഷം രൂപ അതുകൊണ്ട് വരുമാനമുണ്ട്, അതുകൊണ്ട് എനിക്ക് അത് നിർത്താനായിട്ട് പറ്റില്ല എന്നാണ് നീ മറുപടി കൊടുത്തതെന്ന് പറഞ്ഞു. അവിടെ വെച്ച് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്നാണ് കിച്ചു പറഞ്ഞത്. അതിൽ കൂടുതൽ കിച്ചു എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു? അതായത് നീ ചെയ്ത കാര്യം, അതിനെതിരെ കിച്ചു അയച്ച മെസ്സേജ്, അതിന് നീ കൊടുത്ത റിപ്ലൈ, അങ്ങനെ ഒരു കാര്യം ഉണ്ടായതുകൊണ്ടാണ് നീയുമായിട്ടുള്ള ബന്ധം അവിടെ അവസാനിപ്പിച്ചത് എന്നൊരു കാര്യം മാത്രമാണ് അവിടെ കിച്ചു പറഞ്ഞത്. അതുകൊണ്ടാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതവനെ കൊണ്ട് പറയിപ്പിച്ചതാണ്.
നീ തന്നെയാണ് സോഷ്യൽ മീഡിയയ്ക്ക് അവൻ ഇട്ടുകൊടുത്തത്. അവൻ വരുന്നില്ല എൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടുകൊടുത്തത് നീ തന്നെയാണ് കിച്ചുവിനെ. അങ്ങനെ ഇട്ടുകൊടുത്തപ്പോൾ ഒരുപാട് പേര് അവനെ വലിച്ചു കയറിയ സമയത്ത് അവനെ കാര്യം എന്താണ് സത്യാവസ്ഥ എന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ കിച്ചുവിന് വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലും ഈ ഒരു രോഗാവസ്ഥയിലും സ്വന്തം മകനല്ലാത്തത് കൊണ്ടല്ലേ നീ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ആ പയ്യനെ കുറിച്ച് വീണ്ടും വളരെ മോശമായിട്ട് പറയുന്നത്. ഇനിയിപ്പോൾ അവൻ്റെ ഭാഗത്താണ് തെറ്റെന്നിരിക്കുക. ശരി, കിച്ചു ആണ് തെറ്റ് ചെയ്തത് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, കിച്ചു തെറ്റ് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ. ഒരു അമ്മ എന്ന നിലയിൽ നീ എന്ത് ചെയ്യണം? അവനെ തിരുത്താൻ നോക്കണം. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ അവനെ മോശമായിട്ട് വന്നിരുന്ന് പറയുന്നതല്ല ഒരു അമ്മയുടെ അല്ലെങ്കിൽ ഒരു അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത്. പോറ്റമ്മയാണെന്നുള്ളത് നീ വീണ്ടും 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 തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഒരു പോറ്റമ്മയാണ്, അല്ലാണ്ട് പെറ്റമ്മയ്ക്ക് തുല്യമല്ല പോറ്റമ്മ എന്നൊരു കാര്യം നീ വീണ്ടും 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 തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഇവിടെ സ്വന്തം ഒരു അമ്മയാണെന്നുണ്ടെങ്കിൽ മകനൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വലിച്ച് കീറാനായിട്ട് ഇട്ട് കൊടുക്കില്ല. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു ചെറിയ കാര്യത്തിന്. ഇനി അവൻ കാണാൻ വന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അത് വേണ്ട, അവനെന്നെ കാണാൻ ഇഷ്ടമില്ലെങ്കിൽ വരണ്ട എന്ന് മനസ്സിൽ ചിന്തിച്ച് നമ്മളത് വിഷമമുണ്ടെങ്കിൽ പോലും അത് വീട്ടുകാരോടൊക്കെ പറഞ്ഞ് ഇരിക്കുമെന്നല്ലാതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ മൊത്തത്തിൽ വന്ന് പറഞ്ഞിരുന്ന് അവനെ നാണം കെടുത്താനായിട്ട് ഒരിക്കലും ശ്രമിക്കില്ലായിരുന്നു. ഇനിയിപ്പോൾ അവൻ വന്നിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തു, ഇതുകൊണ്ടാണ് ഞാൻ അമ്മയിൽ നിന്ന് അകന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവനൊരു വീഡിയോ ചെയ്തു. അപ്പോൾ പോലും നീ ഇപ്പം എന്താണ് വന്ന് വീഡിയോ ചെയ്തത്? എന്നെ ഒന്ന് വെറുതെ വിടൂ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നു. അതിന് മോശമായിട്ട് നിന്നെക്കുറിച്ച് ഒന്നും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. നിനക്കെതിരെ വലിയ വലിയ കാര്യങ്ങൾ വലിയ വലിയ സംഭാഷണങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല അവൻ ജസ്റ്റ് ഒരു കാര്യം അത്യാവശ്യം ഇന്നതാണ് കാര്യം എന്ന് പറഞ്ഞതിന് അവിടെയും നീ എന്നെ ഒന്ന് വെറുതെ വിട്, എന്നെ ഒന്ന് അസുഖക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായിട്ട് അപ്പോഴും ആ പയ്യനെ സോഷ്യൽ മീഡിയയ്ക്ക് വീണ്ടും വലിച്ചു കയറാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നു. അല്ല, നീ തന്നെയല്ലേ പറഞ്ഞത് ഈ അസുഖം മാറി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാനൊരു സുവിശേഷ പ്രസംഗികയായിട്ട് ഞാനിവിടെ നടക്കും, എനിക്ക് ദൈവത്തിലേക്ക് പോകണം, ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിന് വേണ്ടി ഞാൻ നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നത്. ഇതാണ് നിനക്ക് മാനസാന്തരം വന്നു എന്ന് പറയുന്നത്? അതെനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇതാണോ മാനസാന്തരം എന്ന് പറയുന്നത്? അല്ല, ഇത്രയും മാനസാന്തരം, ഒരു അസുഖം വന്നതിന്റെ പേരിൽ ഇത്രയും മാനസാന്തരം, ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുന്നു, ദൈവം എനിക്ക് അസുഖം മാറ്റി തന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സുവിശേഷം പറയാനായിട്ട് ഞാൻ നടക്കും എന്നൊക്കെ പറഞ്ഞത് അപ്പൊ വെറും അഭിനയമായിരുന്നു എന്നാണ് ഞാൻ പറയുള്ളൂ കേട്ടോ. വെറും അഭിനയം. അങ്ങനെ നീ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുകയും ദൈവത്തിലേക്ക് വേണ്ടിയിട്ട് എനിക്ക് കൂടുതൽ ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും നീ എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു മാറ്റം നിനക്ക് വന്നു എന്നുണ്ടെങ്കിൽ നീ ഇപ്പം ഇങ്ങനെ ഒന്നും ചെയ്യില്ലായിരുന്നു. സ്വന്തം മകനെ പോലെ നീ വളർത്തിയെന്ന് പറയുന്ന ആ പയ്യനെ ഇങ്ങനെയിട്ട് നീ ദ്രോഹിക്കില്ലായിരുന്നു എന്ന് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. അപ്പോൾ നിന്റെ മാറ്റം എന്ന് പറഞ്ഞിട്ട് വീണ്ടും നീ വന്നേക്കരുത്. ഈശോ എനിക്ക് ഭയങ്കര മാറ്റം സംഭവിച്ചു, ഞാൻ ഇനി ഭയങ്കര സുവിശേഷ പ്രസംഗിയായി എന്നൊന്നും പറഞ്ഞിട്ട് ഇനി വന്നേക്കരുത്. എന്ന് വെച്ചാൽ നിന്റെ മനസ്സിലുള്ള ആ വിഷമുണ്ടല്ലോ, അതാണ് ഇപ്പോൾ വീണ്ടും 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 പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതും സ്വന്തം മകനെതിരെ, മകൻ എന്ന് പറയാനില്ല, വളർത്തുപുത്രനെതിരെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. മകനെതിരെ ഞാൻ മകനെതിരെയാണെന്ന് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സബ്സ്ക്രിപ്ഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് നീ കോപ്രായങ്ങൾ കാണിച്ചപ്പോഴാണ് ഒരു ആൺകുട്ടി എന്ന നിലയിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്ന് അവൻ വിളിച്ചൊരു കാര്യമാണല്ലോ, അമ്മ എന്ന് വിളിച്ച് ഇത്രയും നാളും കൊണ്ടുവന്ന ആ മകൻ ഈ വീഡിയോ കണ്ട് സഹിക്കാൻ പറ്റാണ്ടാണ് അവൻ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചത്. അവൻ അതിൽ പറയുന്നുണ്ട്, ഇത്രയും നാളായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, അത് കണ്ടിട്ട് അവനെ സഹിക്കാൻ പറ്റാതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ തല ഉയർത്തി പിടിച്ച് നടക്കണം. അവനെ കൂട്ടുകാരുടെ മുന്നിൽ, കൂട്ടുകാരുടെ ഫാമിലിയുടെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിൽ ഒക്കെ അവനെ തല ഉയർത്തി പിടിച്ച് നടക്കണം. അത് പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് അവനത് അങ്ങനെ ഒരു മെസ്സേജിലൂടെ അറിയിച്ചത്. അതിന് നിന്റെ റിപ്ലൈ കിട്ടിയപ്പോൾ അവനത് മതിയായി. അതുകൊണ്ടാണ് നീയുമായിട്ടുള്ള ബന്ധം തന്നെ അവൻ നിർത്തിയത്. അവിടുന്ന് സോഷ്യൽ മീഡിയയ്ക്കും ജനങ്ങൾക്കും വലിച്ചു കയറാൻ വേണ്ടി ഇട്ടുകൊടുത്ത സമയത്ത് അവൻ പ്രതികരിച്ചപ്പോൾ അതും നീ വലിയൊരു കുറ്റമായിട്ട് വീണ്ടും അവനെതിരെ വീണ്ടും വന്നിരിക്കുക. അപ്പോൾ നിനക്ക് ഈ അസുഖത്തിന് വന്നതിനെ കുറിച്ചല്ല നിനക്ക് കൂടുതൽ ചിന്ത, അവൻ എങ്ങനെയെങ്കിലും അടിച്ചു താഴ്ത്തണം, അവനെല്ലാവരെയും ജനങ്ങൾക്കെതിരെ തിരിക്കണം, അല്ലെങ്കിൽ ജനങ്ങൾ മുഴുവൻ അവനെ കല്ലെറിയണം എന്നൊക്കെയാണ് നീ ആഗ്രഹിക്കുന്നത്. അല്ലാതെ നീ ഇപ്പോഴും അവനെ സ്നേഹിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു എന്നൊക്കെ ഇനി പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് പച്ചക്കള്ളം. ഇതൊക്കെ ശരിയാണ്. നിന്റെ അസുഖം എന്ന് പറയുന്നത് വലിയൊരു സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. നീ അസുഖത്തിൽ നിന്ന് മുക്തി നേടണം എന്ന് തന്നെയാണ് ഒരുപാട് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കിച്ചു പറയുന്നുണ്ട് അമ്മ എല്ലാ അസുഖം മാറി തിരിച്ചു വരട്ടെ എന്ന്. ഇനി അമ്മ എന്നൊക്കെ വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നീ അവനെ മകനായിട്ട് കാണാതെ നിലയ്ക്ക് ഇനി അവനെ അങ്ങനെ കാണുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മകനായിട്ട് നീ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും നീ ഈ വക കാര്യങ്ങൾ ചെയ്യില്ലായിരുന്നു.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത നിലയ്ക്ക് ഇനി നിങ്ങൾ തമ്മിലുള്ള ആ ബന്ധത്തിൽ ഇനി വലിയൊരു അടിത്തറയുണ്ടെന്നോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്നോ ഒന്നും വിചാരിക്കുന്നതിൽ കാര്യമില്ല. മനസ്സുകൊണ്ടും എല്ലാം കൊണ്ടും നിങ്ങൾ മൊത്തത്തിലകുന്നു. അമ്മ മകൻ എന്നുള്ള ആ ബന്ധം മൊത്തത്തിൽ തീർന്നൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിന്റെ മനസ്സിൽ തോന്നിയ ഈ ഒരു വിഷമല്ലെന്നുണ്ടെങ്കിൽ മകനെതിരെ തോന്നുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ച് പറയുന്നുണ്ടല്ലോ, വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ അസുഖമൊക്കെ മാറി തിരിച്ചു വരണം നീ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു അസുഖം വരുത്തരുത് എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അസുഖമൊക്കെ മാറി നീ തിരിച്ചു വരണം പൂർവാധികം ശക്തിയോടെ. നിന്റെ മകന് വേണ്ടി ജീവിക്കാനായിട്ടും കുടുംബത്തിന് വേണ്ടി ജീവിക്കാനൊക്കെ നിനക്ക് സാധിക്കണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ഉള്ളിൽ നിന്ന് ഇങ്ങനെ വിഷം ചെയ്യുന്ന ഒരു പ്രവർത്തികളുണ്ടല്ലോ, അതൊന്ന് ഒഴിവാക്കി മാറ്റി നിർത്തിയാൽ നല്ലതായിരിക്കും രേണു എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്.